തക്കാളി ചോറുണ്ടാക്കാം. സൂപ്പറാണ്. കുട്ടികൾക്ക് കൊടുക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചോറാണ്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക് സാലഡ് ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വീത്താണ്. നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് നെയ്യ് ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തുണ്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തുണ്ട് ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നധികം മൊരിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു സവാളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സവാള ഇട്ട് കൊടുക്കുക. തീ സിമ്മിൽ വെച്ചിട്ട് സവാള ഒന്ന് മൊരിച്ചെടുക്കുക. രണ്ട് പേർക്കുള്ള ഒരു തക്കാളി ചോറ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, നുള്ള് ചിക്കൻ മസാല ഇളക്കി കൊടുക്കുക. കളറിന് വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. ചേർക്കണമെങ്കിൽ ചേർക്കാത്തത് ഞാൻ ചേർക്കാറുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ ഇതിൽ 3 തക്കാളി, ചെറിയ തക്കാളി ആയ കാരണമാണ്. വലിയ തക്കാളി ആണെങ്കിൽ 2 എടുത്താൽ മതി. ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയിലേക്കും ചോറിലേക്കും ഞങ്ങൾ ചോറിൽ ഉപ്പിടാറില്ല. ഉപ്പിടുന്നവർ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ്, ഞാൻ സാധാ ചോറ് ഇട്ടിരിക്കുന്നത്. ബിരിയാണി അരി ഇടുന്നവർക്ക് ബിരിയാണി അരി ഇടാം. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകമാണോ നോക്കാം. ഉപ്പൊക്കെ പാകമാണ്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ തക്കാളി ചോറ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.